respected Rahulji, respected Priyankaji, other distinguished guests, പ്രിയങ്കരും ഈ പരിപാടിയുടെ ചാലക ശക്തിയുമായി പ്രിയങ്കരായിട്ടുള്ള ബൂത്തുകളിൽ പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, UDFന്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മളിത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചരിത്ര വിജയം നേടിക്കൊണ്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ പുതിയ MP പ്രിയങ്കാജി നമ്മളോട് നന്ദി പറയുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ആദ്യമായി കടന്നു വന്നിരിക്കുന്ന പ്രിയങ്കാജിക്കും അവരോടൊപ്പം നമ്മളോടൊപ്പം എന്നും ഉണ്ടായിട്ടുള്ള, നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള നമ്മുടെ ഒരു സഹോദര തുല്യനായിട്ടുള്ള പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്കും നമ്മൾ ഒരു വലിയ സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സമയപരിമിതിയുണ്ട്, നമുക്കറിയാം. ഈ മണിക്കൂറുകളായി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കാത്തിരിക്കുന്നു. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇവിടെ നിന്ന് ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണെങ്കിലും അതിനൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ളവർ നിങ്ങളാണ്. നിങ്ങൾ മാത്രമാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ അല്ലെങ്കിൽ അവകാശികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാവരെയും കാണണം. ഐ വുഡ് ലൈക്ക് ടു സീ ഓൾ എന്നാണ് പ്രിയപ്പെട്ട പ്രിയങ്കാജി പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും കാണുവാനും എല്ലാവരുമായി ഇന്ററാക്ട് ചെയ്യാനും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കാജിക്ക് വലിയ ആഗ്രഹമുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന പ്രിയപ്പെട്ട ഇന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയ മുൻ MP പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ പുതിയ MP, നമുക്കറിയാം അവര് നമ്മുടെ MP എന്നുള്ളവർക്ക് പുതിയതാണെങ്കിലും പ്രിയപ്പെട്ട പ്രിയങ്കാജി നമ്മുടെ കൂടെ ഉണ്ടായിട്ട് കുറച്ച് മാസങ്ങളായി. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ വയനാടിന്റെ മണ്ണിലേക്ക് എല്ലാ സന്തോഷത്തിലും എല്ലാ സങ്കടങ്ങളിലും അവസാനം വയനാട്ടിലെ മേപ്പാടിയിലെ വലിയ ദുരന്തമുണ്ടായപ്പോ അവിടേക്കും കടന്നു വന്നപ്പോ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കാജി ഉണ്ടായിരുന്നു. ഇന്നവർ നമ്മുടെ MP ആണ്. കൃത്യമായ ഒരു ജനപ്രതിനിധി എന്തായിരിക്കണമെന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രിയപ്പെട്ട പ്രിയങ്കാജി നമ്മുടെ മുന്നിലേക്ക് കടന്നിരിക്കുന്നത്. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഓരോ ആവശ്യങ്ങളും, അത് വികസന പ്രശ്നങ്ങളാണെങ്കിലും ക്ഷേമ പ്രശ്നങ്ങളാണെങ്കിലും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള, ബോധ്യപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയങ്കാജി നമ്മളെ കാണാൻ വന്നിരിക്കുകയാണ്. പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഈ പ്രിയങ്കാജിയെ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ്. വേദിയിൽ ഒട്ടനവധി സവിശേഷങ്ങളായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ACCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായിട്ടുള്ള KC വേണുഗോപാൽജി, അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന പകൽ വ്യക്തിത്വമാണ്. നമ്മുടെ ഓരോ വിഷയങ്ങളിലും അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ വയനാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമാണ്. അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സഹർഷാരവം ഞാൻ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നേരത്തെ നമ്മളോട് അഭിസംബോധന ചെയ്തിട്ടുള്ള KPCCയുടെ മുൻ പ്രസിഡന്റ് മാത്രമല്ല, നമ്മുടെ പഴയ MP കൂടിയാണ്. ഒരു MP എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ പ്രദേശത്തെ ഒരു ജനപ്രതിയായി നിന്നുകൊണ്ട് എല്ലാവരും ചേർത്ത് പിടിച്ച് ഇവിടെ ഈ വികസനത്തിന്റെ അടിസ്ഥാനശീലമായിട്ടുള്ള പ്രിയപ്പെട്ട K മുരളീധരൻ ex-MP കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ള പ്രിയപ്പെട്ട AP അനിൽകുമാർ, CP ജലീൽ മുഹമ്മദ്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുമ്പോ പലർക്കും നിന്നനിൽപ്പിൽ മൂത്രമൊഴിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത്രയധികം വലിയ പ്രയാസത്തിന് കാരണം വിഷയങ്ങളെ കൃത്യമായി കാണുകയും ആ പ്രശ്നങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യുകയും അഡ്രസ് ചെയ്യുകയും ചെയ്യുന്ന പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ VD സതീശൻ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ എല്ലാ ബഹുമാനാദരപൂർവ്വവും ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ മുൻ കൽപ്പറ്റയുടെ MLA യും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള പ്രിയ സുഹൃത്ത് പ്രിയപ്പെട്ട T സിദ്ദീഖ് MLA ആദരപൂർവ്വം ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട KPCCയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട റിയാസ്, N സുബ്രഹ്മണ്യൻ, മറ്റ് ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട CP ഒക്കെ പറഞ്ഞു, മറ്റ് പ്രിയപ്പെട്ട എല്ലാ നമ്മുടെ സഹപ്രവർത്തകരായ നേതാക്കന്മാരും മറ്റ് സുഹൃത്തുക്കളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരെല്ലാം സ്വാഗതം ചെയ്തതായി പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കാനോ മറ്റൊരു പ്രസംഗം കേൾക്കാനോ ഉള്ളത് നിങ്ങൾ വന്നത്. നിങ്ങൾ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത് നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രയാസഘട്ടത്തിലും അതുപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ തനിക്കിവിടെ മാറേണ്ടി വന്നു എന്ന് വന്നപ്പോ തന്റെ സഹോദരിയെ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ അതേ ഇച്ഛാശക്തിയോടെ കൂടി ഈ ഫാസിസത്തിനെതിരെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ
ബാക്ക് ബോണായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയ MP പ്രിയങ്കാജിയുടെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടി വേദി ഒഴിയുന്നതിന് വേണ്ടി ഈ പരിപാടിയുടെ ഔദ്യോഗികമായ അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട DCCയുടെ കരുത്തരായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ ജിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിങ്ങൾ എല്ലാവരും ഞാൻ പ്രിയപ്പെട്ട പ്രിയങ്കാജിയുടെ കൺസെന്റോടുകൂടി പറയട്ടെ, അടുത്ത സമയം വരുമ്പോ, അടുത്ത സമയങ്ങളിൽ ഈ മണ്ഡലത്തിലേക്ക് പ്രിയപ്പെട്ട നമ്മുടെ MP കടന്നു വരുമ്പോ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്തിരിക്കും. അതിനൊരു മാറ്റവുമില്ല. ഇവിടെയുള്ള അടിസ്ഥാനപരമായി ബൂത്തുകളിൽ പ്രവർത്തിച്ചുള്ള ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ വർക്കേഴ്സിനെയാണ് അവർക്ക് കാണേണ്ടത്. അതിനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി പ്രിയപ്പെട്ട പ്രവീൺജിയെ ഏൽപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം ചെയ്യുക. വേദിയിൽ ഭൂഷണരായ നേതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇത് നട്ടുച്ച സമയമാണ്. ഈ നട്ടുച്ച സമയത്തും വയനാടിൽ ചരിത്ര വിജയം നേടിയ ഇന്ത്യയുടെ പ്രിയങ്കരി, നമ്മുടെ പ്രിയങ്കരി പ്രിയങ്കാ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെ വയനാട് സമ്മാനിച്ച രാഹുൽ ഗാന്ധി